നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനിയാണ് യഥാർത്ഥ കളി കാണാൻ പോകുന്നത്. ജയിൽ മോചിതനാകുന്ന ഓരോ പ്രതിയെയും തേടി ഇഡിയുടെ മാർച്ച് ഉടനുണ്ടാവും. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇഡി ഓഫീസിൽ ആരംഭിച്ചു കഴിഞ്ഞു. ജയിൽ മോചിതരാകുന്നവർ 2 ദിവസം വിശ്രമം എടുത്താൽ ഉടൻ തന്നെ അവരെ തേടി ഇഡി വീട്ടിലെത്തും. കടകംപള്ളിയുടെ പേര് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒന്നാമതാണ്. പ്രതികളെല്ലാം പുറത്തിറങ്ങിയ സന്തോഷത്തിലാണ് കടകംപള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുരാരി ബാബുവിന്റെ സ്വത്ത് വർധനത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഞെട്ടി. സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്നും അനധികൃതമായി ഒന്നും സമ്പാദിച്ചിട്ടില്ലെന്നുമാണ് മുരാരി ബാബു ഇഡി ചോദ്യം ചെയ്യലിൽ അവകാശപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ മുരാരി ബാബുവിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ പരിശോധിക്കാനൊപ്പം സാമ്പത്തിക ഇടപാടുകൾ വിശദമായി തന്നെ പരിശോധന നടത്താനാണ് ഇഡിയുടെ തീരുമാനം. തുടക്കത്തിൽ കർശന നടപടികളിലേക്ക് കടക്കാതെ ജാമ്യത്തിൽ ഇറങ്ങുന്നവരിൽ നിന്ന് മൊഴിയെടുക്കലാവും ഇഡി ചെയ്യുക. ഇതിന്റെ ഭാഗമായി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവർക്കും ഇഡി നോട്ടീസ് അയച്ചിരുന്നു. ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യലിനും ഹാജരാകാനാണ് ഇഡി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. 2019 ശേഷം 6 വർഷത്തിൽ മുരാരി ബാബുവിന്റെ സ്വത്തിലുണ്ടായ വർധനവ് അമ്പരപ്പിക്കുന്നതാണെന്ന് ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നു. 2 കോടിയോളം രൂപ വിലമതിക്കുന്ന വീടിന്റെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഇഡി പരിശോധിക്കുന്നുണ്ട്. നേരത്തെ മുരാരി ബാബുവിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഒട്ടേറെ രേഖകൾ ഇഡി പിടിച്ചെടുത്തിരുന്നു. വരുമാനത്തിൽ കൂടുതൽ സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെ, ഈ പണം എന്തു ചെയ്തു എന്നാണ് ഇഡി പരിശോധിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്നും കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടില്ലെന്നുമാണ് മുരാരി ബാബുവിന്റെ അവകാശവാദം. എന്നാൽ മുരാരി ബാബുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹതയുണ്ടെന്നും തന്നെയാണ് ഇഡി കരുതുന്നത്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ ശബരിമലയിലെ മറ്റ് ക്രമക്കേടുകളിൽ നിന്നും മുരാരി ബാബു പണം സമ്പാദിച്ചെന്ന സംശയവും ഇഡിക്കുണ്ട്. അനധികൃതമായി സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടില്ല എന്നല്ലാതെ സ്വത്തുക്കൾ സമ്പാദിച്ച കൃത്യമായ മറുപടിയില്ല എന്നാണ് ചോദ്യം ചെയ്യൽ സംബന്ധിച്ച് ഇഡിയുടെ പ്രാഥമിക വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ രേഖകൾ പൂർണ്ണമായി പരിശോധിച്ച ശേഷമായിരിക്കും അടുത്ത ഘട്ടം ചോദ്യം ചെയ്യൽ. സ്വർണ്ണക്കൊള്ള കേസിൽ SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞത് ഇഡിയുടെ കൂടി അന്വേഷണം കണക്കിലെടുത്താണ്. SIT അവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടെന്നും അന്വേഷണം ഉദ്യോഗസ്ഥരുടെ വിശ്വാസ്യത ഏറ്റവും മികച്ചതാണ് എന്നും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ജസ്റ്റിസുമാരായ A രാജ, വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ള കേസ് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ളവർ നൽകിയ ഹർജി പരിഗണിക്കുന്നതിനിടയിലായിരുന്നു കോടതിയുടെ ഈ പരാമർശം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് സങ്കീർണമായ ഒന്നാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. അവിടെ കുറ്റപത്രം എടുത്തുചാടി നൽകാനാവില്ല. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചാൽ ആശങ്കയില്ല. അസാധാരണ കേസാണ് ശബരിമലയിലേത്. 90 ദിവസത്തിന് ശേഷം ജാമ്യം ലഭിച്ചത് അന്വേഷണത്തെ ബാധിക്കുമെന്ന ആശങ്കയില്ല. സ്വാഭാവിക ജാമ്യം ലഭിച്ചതുകൊണ്ട് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറ്റവാളികൾ ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്നും കോടതി പറഞ്ഞു. കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ കേസിലെ പ്രതികൾ ഓരോരുത്തരായി ജാമ്യം നേടി പുറത്തിറങ്ങുന്ന സാഹചര്യം വാദത്തിനിടയിൽ കക്ഷികൾ ചൂണ്ടിക്കാട്ടി. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കും. ജനങ്ങൾക്കും ഇക്കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും കക്ഷികൾ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു കോടതിയുടെ പ്രതികരണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം വൈകുന്നതിനും ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ജാമ്യം കിട്ടാനാണെന്ന ആക്ഷേപം ശക്തമാണ്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം A പത്മകുമാറിനെ സഹായിക്കാനാണ് ഈ നീക്കമെന്നാണ് പ്രതിപക്ഷ വിമർശനം. അറസ്റ്റിലായി 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതിനാൽ കേസിലെ 3 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ഈ രീതിയിൽ ജാമ്യം ലഭിക്കുന്നത് തടയാൻ വേണ്ട മുൻകരുതൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. കുറ്റപത്രം സമർപ്പിച്ച ശേഷം അതിലെ പരാമർശങ്ങൾ അനുസരിച്ചാകും പത്മകുമാറിനെതിരെ നടപടിയുടെ കാര്യം ആലോചിക്കുക എന്നാണ് CPMന്റെ നിലപാട്. സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിട്ടും CPM പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. നവംബർ 20-നാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത്. ഈ മാസം 20-ന് മുൻപ് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ജാമ്യം ലഭിച്ച് പുറത്തു വരാനിടയുണ്ട്. കുറ്റപത്രത്തിലെ പരാമർശങ്ങൾ ദുർബലമായാൽ കോടതിയിൽ തിരിച്ചടി നേരിടുമോ എന്ന ആശങ്ക SITക്കുണ്ട്. അന്വേഷണത്തിന്റെ തുടക്കത്തിലെ വേഗം പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കാളിയായ 2 കേസിലെയും 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലും ഒരു കേസിൽ ജാമ്യം ലഭിച്ചു. ഇതുവരെ തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിയാത്തതിനാൽ പ്രതികൾ ജാമ്യത്തിലിറങ്ങുന്നത് അന്വേഷണത്തിന് വലിയ തിരിച്ചടിയാണ്. കേസ് അട്ടിമറിക്കാൻ ഇനിയും ഗൂഢാലോചന നടത്താൻ ഉൾപ്പെടെ സാധ്യതയുണ്ട്.
കേസിന്റെ തുടക്കം മുതൽ പ്രതികൾ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു. എതിർക്കുന്ന സമയത്ത് പ്രതികൾ ഉന്നത സ്വാധീനമുള്ളവരാണെന്നും ഈ തൊണ്ടി മുതൽ ഇതുവരെ വീണ്ടെടുത്തിട്ടില്ല എന്നും SIT റിപ്പോർട്ട് നൽകിയിരുന്നു. പാളികൾ പൂർണ്ണമായി മറച്ചു വിൽക്കാനുള്ള സാധ്യത SIT അന്വേഷിച്ചിരുന്നു. എന്നാൽ നിലവിലെ പാളികൾക്ക് പഴക്കമുണ്ടെന്ന രീതിയിൽ VSSC റിപ്പോർട്ട് വന്നതോടുകൂടി ആ രീതിയിലും അന്വേഷണ പ്രതിസന്ധിയിലാണ്. സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് വേർതിരിച്ചെടുത്തെന്ന വാദവും തുടക്കം മുതലുണ്ട്. 1998 വിജയ് മല്യ സ്പോൺസർ ചെയ്തപ്പോൾ ശ്രീകോവിലിന്റെ ഓരോ ഭാഗത്തും എത്ര സ്വർണം ഉപയോഗിച്ചു എന്നും ഇതിൽ എത്ര നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുമുള്ള കാര്യത്തിൽ വ്യക്തത വരണം. കർണാടകയിലെ ബെല്ലാരിയിലും ബംഗളൂരിലും പരിശോധന നടത്തിയിട്ടും തൊണ്ടി കിട്ടിയിട്ടില്ല. ഗൂഢാലോചന പഴുതുകളില്ലാതെ തെളിയിക്കുക അത് വളരെ ശ്രമകരമാണ് തന്നെയാണ്. പാളികളുടെ പഴക്കം സംബന്ധിച്ച് തുടർ പരിശോധനകൾ നിർണായകമാണ്. തൊണ്ടി കിട്ടിയില്ല എങ്കിൽ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ED ഉദ്യോഗസ്ഥരുമായി SIT അംഗങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇരുഭാഗവും പരസ്പര സഹകരണത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവർ തമ്മിലുള്ള ഗൂഢാലോചനകൾക്ക് വളരെ ഏറെ പ്രസക്തിയുണ്ട്. കാരണം പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന് മാത്രമേ പ്രതികൾക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കാൻ കഴിയുള്ളൂ. ED എത്തിയത് തന്നെ പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. കേസിന്റെ അന്വേഷണ രേഖകളെല്ലാം EDക്ക് നൽകാൻ കേസ് പരിഗണിക്കുന്ന വിജിലൻസ് കോടതി ഉത്തരവിട്ടതോടുകൂടി കേസിൽ കുറെ നാളായി അവസരം കാത്തിരുന്ന EDക്ക് ഇടപെടാനുള്ള കളം ഒരുങ്ങിക്കഴിഞ്ഞു. കോടതി മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണത്തിൽ തന്നെ പ്രതിരോധത്തിലായിരിക്കുന്ന സർക്കാരിന് ഇടതുമുന്നണിക്ക് കേന്ദ്ര അന്വേഷണം കൂടി വരുന്നുവെന്നത് നെഞ്ചെടുപ്പോടുകൂടിയേ കാണാനാവുകയുള്ളൂ. അതേസമയം ദീർഘകാലമായി ED അന്വേഷിക്കുന്ന കേസുകൾ പോലും CPM മുഖ്യമന്ത്രിയുമായുള്ള BJPയുടെ രാഷ്ട്രീയ ഒത്തുതീർപ്പിനുള്ള മറ്റൊരു കേസായി ഇതും മാറുമെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ED കേസ് ഏറ്റെടുക്കുമ്പോൾ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദ്യം ECIR എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യും. ഇത് പോലീസ് FIRന് സമാനമാണ്. പക്ഷേ അതുപോലെ പൊതുരേഖയുമല്ല. കുറ്റാരോപിതരെയും കേസുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെയും വിളിച്ചു വരുത്തി മൊഴിയെടുക്കുക, ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യുക, റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുക, കള്ളപ്പണത്തിന് തത്തുല്യമായ വസ്തുവകകൾ കണ്ടുകെട്ടുക തുടങ്ങിയ നടപടികൾ തുടർന്നുണ്ടാകും. പ്രത്യേക അന്വേഷണ സംഘം പ്രതികളാക്കിയവരുടെ പിന്നിലുള്ളവരുടെ മുഴുവൻ ഇടപെടലുകളും അന്വേഷിക്കാനാണ് EDയുടെ തീരുമാനം. അന്വേഷണത്തിന് തുടക്കമിട്ട എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് ഇന്നോ നാളെയോ രജിസ്റ്റർ ചെയ്യും. സ്വർണം കൊള്ളയടിച്ചവർക്ക് പുറമെ ഒത്താശ നൽകിയവരിലേക്കും അന്വേഷണം നീങ്ങും. സ്വർണം കടത്തിയ വഴികളും ആർക്കാണ് കിട്ടിയതെന്നും കണ്ടെത്തും. കൊള്ള നടന്ന കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥർ, ഇവരുടെ ബന്ധങ്ങൾ എന്നിവയും അന്വേഷിക്കും. ഇവർക്ക് പിന്നിൽ പ്രവർത്തിച്ചവരുണ്ടോ, അവർ തട്ടിപ്പിന്റെ വിഹിതം കൈപ്പറ്റിയോ തുടങ്ങിയവയും അന്വേഷിക്കും.